ഒരു ലോങ് ടൈം പ്രിപ്പറേഷന് ശേഷം യേശു തൻ്റെ ശിഷ്യന്മാരെ ഫീൽഡിലേക്ക് ഇറക്കുകയാണ്. ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ടല്ലോ, പക്ഷേ അവസാനമായിട്ട് ചില കാര്യങ്ങൾ മനസ്സിൽ ഓർമ്മ വേണം. ആ ഉപദേശമാണ് ഇന്ന് നമ്മൾ വായിച്ചു കേൾക്കുന്ന സുവിശേഷ ഭാഗം. ഇത്രയും നാളും ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ഒരു സാധാരണ മനുഷ്യനെന്നാണ് ജീവിച്ചത്. പക്ഷേ ഇനി ഇറങ്ങാൻ പോകുന്നത് ക്രിസ്തു ശിഷ്യൻ എന്ന ബ്രാൻഡിലാണ്. അവൻ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം. എന്തൊക്കെയാണ് ആ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത്? ഒന്ന്, യേശു ആദ്യമേ ഓർമ്മിപ്പിക്കും, കൊയ്ത്ത് വളരെയാണ്, വേലക്കാർ ചുരുക്കമാണ്. അതുകൊണ്ട് കൊയ്ത്തിൻ്റെ നാഥനോട് വേലക്കാർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. കാര്യങ്ങൾ വളരെ കൃത്യമല്ലേ? ആരാണ് കൊയ്ത്തിൻ്റെ നാഥൻ? അത് ക്രിസ്തുവാണ്. ആരാണ് കൊയ്ത്ത്? അത് ഈ ഭൂമിയിലെ എല്ലാ മനുഷ്യരുമാണ്. അപ്പോൾ ആരാണ് വേലക്കാർ? വേലക്കാർ ക്രിസ്തുവിൻ്റെ ശിഷ്യരാണ്, നമ്മൾ ഓരോരുത്തരുമാണ്. ഈ ഭൂമിയിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മളൊക്കെ വേലക്കാരാണെന്നുള്ള ചിന്തയിൽ വേണം എപ്പോഴും ജീവിക്കാൻ. തലയ്ക്ക് മുകളിലൊരു യജമാനുണ്ട്, അവൻ്റെ കീഴിൽ നമ്മൾ ജോലി ചെയ്യുകയാണ്. അവൻ പറഞ്ഞ കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത്. അങ്ങനെയാണെങ്കിൽ ഒരു ക്രിസ്തു ശിഷ്യൻ്റെ ബ്രാൻഡ് എന്ന് പറയുന്നത് അവൻ്റെ ശിഷ്യത്വമാണ്, വേലക്കാരനാണെന്നുള്ള ബോധ്യമാണ്. വേലക്കാരന് അവൻ്റെ ഇഷ്ടങ്ങൾക്കൊത്ത് കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ലല്ലോ. യജമാനൻ പറഞ്ഞ മഹത്വമുള്ള കാര്യങ്ങൾ ചെയ്യാനല്ലേ വിളിക്കപ്പെട്ടത്. അങ്ങനെ ഒരു വേലക്കാരനാണെന്നുള്ള ഉള്ളിലെ ബോധ്യം കൊണ്ട് ഈ ഭൂമിയിൽ നമ്മൾ നടന്നു തീരണം. അങ്ങനെ നടക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ യേശു തൻ്റെ ശിഷ്യന്മാരോട് പറയുകയാണ്. ഒന്ന്, ചെന്നായ്ക്കളുടെ ഇടയിലേക്ക് കുഞ്ഞാടുകൾ എന്ന പോലെ ഞാൻ നിങ്ങളെ അയക്കുകയാണ്. ഇത് കേൾക്കുമ്പോൾ യേശുവിൻ്റെ ശിഷ്യന്മാർക്ക് ഒന്നും മനസ്സിലാകുന്നില്ല. കാര്യം പിന്നീട് പറയുന്നതൊക്കെ ഒത്തിരി മനസ്സിലാകാത്ത കാര്യങ്ങളാണ്. മടിശീലയോ സഞ്ചിയോ ചെരുപ്പോ നിങ്ങൾ കൊണ്ടുപോകരുത്, വഴിയിൽ വെച്ച് ആരെയും അഭിവാദനം ചെയ്യരുത്. ഇതൊക്കെ കേൾക്കുമ്പോൾ അവർ ചിന്തിക്കും, ഇതെന്തൊരു പോക്കാണ്, ഇങ്ങനെയൊക്കെ ഒരു യാത്ര നടത്താൻ പറ്റുമോ? കാരണം പഴയ നിയമത്തിലൊരു യാത്ര ഉണ്ടായിരുന്നു. അവർ കേട്ടുകൊള്ളുന്നൊരു യാത്ര, അബ്രഹാത്തെ ദൈവം അയച്ചൊരു യാത്ര. അത് ഒരു ദേശത്ത് മറ്റൊരു ദേശത്തേക്കാണ്. ആ യാത്രയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ആ യാത്രയിൽ കന്നുകാലികളും ആടുമാടുകളും സ്വത്തും തൻ്റെ ദാസിമാരും തൻ്റെ ബന്ധുമിത്രാദികളും എല്ലാം കൊണ്ടാണ് ദൈവം അബ്രഹാത്തെ അയച്ചത്. എന്നാൽ പുതിയ നിയമത്തിൽ യേശു അയക്കുമ്പോൾ ചെരുപ്പ് പോലും ഇടാൻ പാടില്ല, മടിശീല കരുതാൻ പാടില്ല. ഇങ്ങനെയൊക്കെ പറയുമ്പോൾ അർത്ഥം എന്താണ്? അർത്ഥം വളരെ കൃത്യമാണ്. പഴയ നിയമത്തിൽ പിതാവായ ദൈവം ഒരു ദേശത്ത് മറ്റൊരു ദേശത്തേക്കാണ് മനുഷ്യരെ അയച്ചതെങ്കിൽ പുതിയ നിയമത്തിൽ മനുഷ്യപുത്രൻ ഒരു ഹൃദയത്തിൽ നിന്ന് മറ്റൊരു ഹൃദയത്തിലേക്കാണ് മനുഷ്യരെ അയക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഓരോ മനുഷ്യരും ചില കാര്യങ്ങൾ വേണ്ട എന്ന് വെച്ച് വേണം ഒരു ഹൃദയത്തിൽ നിന്ന് മറ്റൊരു ഹൃദയത്തിലേക്ക് പ്രവേശിക്കാൻ. അവന് കൂട്ടായി നിൽക്കേണ്ടത് ക്രിസ്തു മാത്രമായിരിക്കണം. അവൻ ആശ്രയിക്കേണ്ടത് ക്രിസ്തുവിനെ മാത്രമായിരിക്കണം. നമ്മുടേതെന്ന് കരുതുന്ന ഒന്നിനെയും സൂക്ഷിക്കാതെ വേണം മറ്റൊരു ജീവിതത്തിലേക്ക് നമ്മൾ പ്രവേശിക്കാനായിട്ട്. എന്നെ കേൾക്കുന്ന ദമ്പതികളുണ്ടെങ്കിൽ ഒന്ന് ഓർക്കണം, നിങ്ങൾ ഒരു ഹൃദയത്തിൽ മറ്റൊരു ഹൃദയത്തിലേക്ക് കിടക്കുമ്പോൾ നിങ്ങളുടേതെന്ന് കരുതി എന്തെങ്കിലും സൂക്ഷിച്ചിട്ടാണോ കിടക്കുന്നത്? മക്കൾ മാതാപിതാക്കളുടെ ജീവിതത്തിലും മാതാപിതാക്കൾ മക്കളുടെ ജീവിതത്തിലും കിടക്കുമ്പോൾ എപ്പോഴെങ്കിലും എൻ്റേതെന്ന് അവകാശപ്പെടുന്ന എന്തെങ്കിലുമൊക്കെ ആശ്രയിച്ചിട്ടാണോ കിടക്കുന്നത്? അവിടെയൊക്കെയാണ് സങ്കടങ്ങളും വേദനകളും ബാക്കിയാകുന്നത്. ഒന്നും ആശ്രയിക്കാതെ ക്രിസ്തുവിൽ ആശ്രയിച്ച് ഏതെങ്കിലും ജീവിതത്തിലേക്ക് കടന്നു നോക്കൂ, അവിടെയൊക്കെ സന്തോഷം നേടിക്കും. എന്നിട്ട് യേശു പറയുന്നൊരു കാര്യം ഇതാണ്, നിങ്ങൾ ഏത് വീട്ടിൽ പ്രവേശിച്ചാലും അവിടെ സമാധാനം ആശംസിക്കണം. ഓരോ മനുഷ്യൻ്റെ ഉത്തരവാദിത്വം മനുഷ്യർക്ക് സമാധാനം നൽകുക എന്നുള്ളതാണ്, സമാധാനം കേടാകുക എന്നുള്ളതല്ല. നമ്മൾ മറ്റുള്ളവരുടെ ജീവിതത്തിൽ പ്രവേശിക്കുമ്പോൾ അവർ കാണാത്ത പുതിയ സ്നേഹവും അവരനുഭവിക്കാത്ത പുതിയ നന്മയും പകർന്നു കൊടുക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അതിൻ്റെ പേരാണ് അതിൻ്റെ പേരാണ് ക്രിസ്തു സ്നേഹം. ഒരിക്കലും അനുഭവിക്കാത്ത സ്നേഹവും ഒരിക്കലും അനുഭവിക്കാത്ത ജീവിതത്തിൻ്റെ പ്രസരിപ്പ് നൽകാൻ ഒരാൾ കഴിയണം. അതാണ് സമാധാനത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. എന്നിട്ട് യേശു പറയുന്നത് ഇങ്ങനെയാണ്, അവരോടൊപ്പം ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്തുകൊണ്ട് നിങ്ങൾ ആ വീട്ടിൽ തന്നെ വസിക്കുവിൻ. വീടെന്ന് പറയുന്നത് മറ്റൊരു ജീവിതമാണ്. ഒരാളുടെ ജീവിതത്തിൽ നിങ്ങൾ പ്രവേശിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അവിടെ ആയിരിക്കുവിൻ. നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങളിൽ നിങ്ങൾ അവിടെ ആയിരിക്കുവിൻ. നിങ്ങളുടെ സ്നേഹത്തിൽ നിങ്ങൾ അവിടെ ആയിരിക്കുവിൻ. നിങ്ങളുടെ ഇടപെടലുകളിൽ നിങ്ങൾ അവിടെ ആയിരിക്കുവിൻ. ഒരു ജീവിതത്തിൽ നിന്ന് മറ്റൊരു ജീവിതത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ എപ്പോഴും ഉള്ളിൽ സൂക്ഷിക്കേണ്ടത് അവരിലായിരിക്കണം. അവിടം വിട്ട് പോകാതിരിക്കാൻ എപ്പോഴും ശ്രദ്ധിക്കണം. എന്നിട്ട് യേശു പറയും, നിങ്ങൾ വീടുകൾ തോറും ചുറ്റി നടക്കരുത്. ഏതെങ്കിലുമൊക്കെ ഒരു ബന്ധത്തിൽ നിങ്ങളായിരിക്കുമ്പോൾ, ഒരു കുടുംബജീവിതത്തിലായിരിക്കുമ്പോൾ എന്തുമാത്രം വിശ്വസ്തയോടെ അവിടെ ആയിരിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ട്. അതല്ലേ നൽകിയ വാക്ക്. ഒരൽത്താരുടെ മുമ്പിൽ വെച്ച് ഒരു കുടുംബജീവിതം നയിക്കുന്നവരും സമർപ്പിതരുമൊക്കെ പറഞ്ഞ വാക്ക്, അവസാനം വരെ നിന്നോടൊപ്പം ഞാനായിരുന്നു കൊള്ളാം. ദൈവത്തിനും മനുഷ്യർക്കും കൊടുത്ത വാക്കൊക്കെ എന്തുമാത്രം ചുറ്റി സഞ്ചരിക്കാതെ നമ്മൾ പാലിക്കുന്നുണ്ട്. എന്നിട്ട് യേശു പറയും, വിളമ്പുന്നത് ഭക്ഷിക്കുവിൻ. വിളമ്പുന്നത് എന്താണ്? വിളമ്പുന്നത് സ്നേഹമാണ്. സ്നേഹം ചിലപ്പോൾ അല്പം കുറഞ്ഞെന്ന് വരാം, ചിലപ്പോൾ അതിലല്പം വേദനകളൊക്കെ ഉണ്ടാകാം,
ചിലപ്പോൾ ചില കുറ്റപ്പെടുത്തലുണ്ടാകാം, ചില സങ്കടങ്ങളൊക്കെ ഉണ്ടാകാം. എങ്കിലും എത്രയൊക്കെ തന്നെ അതിൽ കുറവുകളുണ്ടെങ്കിലും അത് ഭക്ഷിക്കുക എന്നുള്ളത് ഏറ്റവും ഹൃദ്യമാണ്. നൽകപ്പെട്ട സ്നേഹമാണ് ഏറ്റവും വിലപ്പെട്ടതുള്ളതായി മാറുന്നത്. അങ്ങനെ നിങ്ങൾ അവിടെയുള്ള രോഗികളെ സുഖപ്പെടുത്തുവിൻ, സൗഖ്യത്തിൻ്റെ കഥയായി മാറുവിൻ. ഇങ്ങനെ ഒരു മനുഷ്യരിൽ നിന്ന് മറ്റൊരു മനുഷ്യരിലേക്ക് കടക്കുമ്പോൾ നമുക്ക് പറയാനുണ്ടാകേണ്ടത് മറ്റൊരു ജീവിതത്തിൻ്റെ കഥയാണ്, ക്രിസ്തു സ്നേഹത്തിൻ്റെ കഥയാണ്. പ്രിയമുള്ളവരെ, ഇന്നത്തെ ഗോസ്പല് നമ്മളെ പഠിപ്പിക്കുന്നത് ഒരു ജീവിതത്തിൽ നിന്നും മറ്റൊരു ജീവിതത്തിലേക്ക് കടക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ഒരായുസ് മുഴുവനും സന്തോഷത്തോടെ ജീവിക്കാൻ ചില കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണമെന്ന് ക്രിസ്തു പഠിപ്പിക്കുമ്പോൾ ഇവിടേക്കോ നമ്മുടെയൊക്കെ ബന്ധങ്ങൾ തകരുമ്പോൾ ഈ വാക്കുകളൊക്കെ ഉള്ളിൽ സൂക്ഷിക്കണം. നമ്മളെ കുറച്ചും കൂടി കരം ചേർത്ത് പിടിച്ച് ജീവിക്കാൻ സഹായിക്കും. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. കൈ
എന്തെന്തു ഭാരങ്ങൾ ജീവിതേ വന്നാലും സാരമില്ലെന്നവൻ കാതിൽ ചൊല്ലി. ആശകൾ വച്ചോരും കൊമ്പുകൾ ഓരോന്നും ജീവിത സാഗരെ മാറിയിടുമ്പോൾ എന്തെന്തു ഭാരങ്ങൾ ജീവിതേ വന്നാലും സാരമില്ലെന്നവൻ കാതിൽ ചൊല്ലി. ആശകൾ വച്ചോരും കൊമ്പുകൾ ഓരോന്നും ജീവിത സാഗരെ മാറിയിടുമ്പോൾ കലങ്ങേണ്ട, പതറേണ്ട, ഞാൻ നിന്റെ ദൈവമല്ലോ. സാരമില്ല, ഈ ക്ലേശം തീരും നാൾ ആഗതമാ. കലങ്ങേണ്ട, പതറേണ്ട, ഞാൻ നിന്റെ ദൈവമല്ലോ. സാരമില്ല, ഈ ക്ലേശം തീരും നാൾ ആഗതമാ. എന്തു വന്നാലും മാറാത്തവൻ എൻ കൂടെ ഇരിക്കുന്നു. എന്തു വന്നാലും മാറാത്തവൻ എൻ കൂടെ നടക്കുന്നു. തന്റെ ദയ എന്നെ വിട്ട് ഒരു നാളും മാറിടുമോ? തന്റെ കൃപ എന്നെ വിട്ട് ഒരു നാളും നീങ്ങിടുമോ? ഒരു നാളും മാറില്ല, ഒരു